ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും നിമിഷപ്രിയാണ് കണ്ടൻറ്റ്. ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം വ്യൂസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് എന്താണ്, എൻ്റെ നീതിബോധം അനുവദിക്കുന്നില്ല നിമിഷപ്രിയയ്ക്കൊപ്പം നിൽക്കുക എന്നാണ്. ശരിയാണ്, നമ്മൾ മലയാളികൾ 95% ആൾക്കാരും പറയുന്നുണ്ട് ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ ആരും ന്യായീകരിക്കുകയില്ല. അത് തന്നെ നമുക്ക് കണ്ടുകൂടെ. ഒന്നും അല്ലെങ്കിലും കഷ്ണങ്ങൾ 110 കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്ക് ഇട്ടത് ഫ്ലാറ്റിലെ വാട്ടർ ടാങ്കിലാണ് ഇട്ടത്. ആ ഫ്ലാറ്റിൽ നിന്ന് അത് 34 ദിവസം കണ്ട് കിടന്നെന്നല്ലേ പറയുന്നത് ഈ വാട്ടർ ടാങ്കിൽ ഈ കഷ്ണങ്ങളാക്കി. അപ്പോൾ ആ വെള്ളം കുടിച്ചവരെ ഓർത്താൽ തന്നെ നിമിഷപ്രിയോട് നമുക്ക് അത്ര വലിയ സ്നേഹമൊന്നും തോന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ മലയാളികളുടേതായ ഒരു സ്വതസിദ്ധമായ ഒരു കാരുണ്യമുള്ളവരായതുകൊണ്ട്, ഒരു ആർദ്രഹൃദയമൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നതാണ് തൂക്കിക്കൊല്ലണ്ട. അല്ലാതെ തെറ്റിനെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. എന്നാലും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വിട്ടതിൻ്റെ അകത്ത് സയൻസ് പരമായിട്ട് ചില മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ പറയാം. അതിൻ്റെ അകത്ത് ഞാൻ ആ പുള്ളി പറഞ്ഞെടുത്ത് കാണിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ അദ്ദേഹം ഈ യമനിൽ എങ്ങനെയാണ് തൂക്കിലേറ്റുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തൂക്കിലേറ്റുന്നത് ഞാൻ കാണിക്കാം, അത് നമുക്കറിയാം. എന്നാലും അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ, അത് കാണിക്കാം. അമേരിക്കയിലുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്ത് ഓരോ രീതിയാണ്. അപ്പം നമ്മൾ ഈ നിമിഷപ്രിയ തൂക്കിലേറ്റു എന്നൊക്കെ പറയും, വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതെങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയത്തില്ലായുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ആൾ പറയുന്നതൊക്കെ, അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നാൽ, അവിടെ പോയാൽ നിങ്ങൾക്ക് ബാക്കി വിവരങ്ങളും അറിയാം. എല്ലാ നിമിഷപ്രിയയുടെ വീഡിയോ ആണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കേൾക്കാം. അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത് രാവിലെ പ്രാദേശിക സമയം 9 മണിക്കാണ്. അവിടെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കോടതിയൊക്കെ അടുത്തുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ ഒക്കെ മുൻപിലായിരിക്കും. ആളുകൾക്കെല്ലാം, പബ്ലിക്കിന് മുഴുവൻ ഇത് കാണാൻ പറ്റും ഈ ശിക്ഷാരീതി. അവിടേക്ക് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളിനെ കൊണ്ടുവരുന്നു. അയാളുടെ ബന്ധുക്കൾ മിക്കവാറും അവിടെ ഉണ്ടാകും സാധാരണഗതിയിൽ. ഒപ്പം ആരാണോ ഇതിൽ വാദി സ്ഥാനത്തുണ്ടാവുക, ചിലപ്പോൾ വാദി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ടും അത് സ്റ്റേറ്റ് ആയിരിക്കും, എങ്കിൽ പോലും ഇതിൽ ആരുടെ ബന്ധുവാണോ ഇത്തരത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരാണോ പരാതിക്കാരൻ, അവരും അവരുടെ ബന്ധുക്കളും ചിലപ്പോൾ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ ജനാവലി എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരു അത്യാവശ്യം ഒരു ജനാവലിക്കിടയിലേക്കാണ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ചാർജ് വായിക്കുന്നു. കുറ്റപത്രം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, ചെയ്ത തെറ്റ് അത് വായിക്കുന്നു. അതുകൊണ്ടാണ് വധശിക്ഷ നടപ്പാക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിക്കും, ഏതെങ്കിലും തരത്തിൽ ഇതിന് പുറത്തു കൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ കഴിയുമോ? സ്വാഭാവികമായും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളിൻ്റെ ബന്ധുക്കൾ അവസാന നിമിഷവും ഒപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളിനും മാപ്പ് ചോദിക്കാനുള്ള, എന്നെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം ആ സമയത്തുമുണ്ട്. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ചകളൊക്കെ നടന്നു. ഒരു നിവൃത്തിയുമില്ല, വധശിക്ഷ നടപ്പാക്കിയേ മതിയാവൂ എന്നുള്ളൊരു തീരുമാനം ഈ പരാതിക്കാരെടുക്കുമ്പോഴാണ് വധശിക്ഷ നടപ്പാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരു കമ്പിളി പുതപ്പിലേക്ക്, നിലത്ത് വിരിച്ചിട്ടൊരു കമ്പിളി പുതപ്പിലേക്ക് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ ഇങ്ങനെ കമിഴ്ത്തി കിടത്തിയിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് കൃത്യമായും ഇതിൻ്റെ മുതുകത്ത് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് കൃത്യമായും പിൻ പോയിന്റ് ചെയ്യുന്നു, മാർക്ക് ചെയ്ത ശേഷം ഒരു ഓട്ടോമാറ്റിക് റൈഫിളുമായി വധശിക്ഷ നടപ്പാക്കുന്നയാൾ വരുന്നു. പോയിന്റ് ബ്ലാങ്കിൽ കൃത്യമായിട്ടും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ, അയാളുടെ ഈ ഡോക്ടർ മാർക്ക് ചെയ്ത ആ മാർക്ക് ലക്ഷ്യം വെച്ച് 3 തവണ വെടിയുതിർക്കും. ഇതാണ് യമനിൽ നടക്കുന്ന ഒരു ശിക്ഷാരീതി. ഇത് ഒരു ശരിയായ ശിക്ഷാരീതിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാകും. ഇപ്പോൾ ലോകത്തെവിടെയും നടക്കുന്ന വധശിക്ഷാ രീതിയെക്കുറിച്ച് വധശിക്ഷ തന്നെ പ്രാകൃതമാണ് എന്ന അഭിപ്രായം പറയുന്ന പലരുമുണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ പ്രാകൃതമല്ലാതെ വളരെ സംസ്കാര സമ്പന്നമായിട്ടാണോ ആളുകൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യവും അവിടെയുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ചുമ്മാ ഇന്ത്യൻ ജയിലുകളിൽ അല്ലെ കേരളത്തിലെ ജയിലുകളിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. ഏതോ എക്സിബിഷന് പോയ പിള്ളേരെ ആ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയാൽ അത് കാണിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും അറിയത്തില്ലാത്തവരുണ്ട്, മനസ്സിലാക്കാമല്ലോ.
അതായത് ഈ കാണുന്നത് പോലെ പ്രതിയെ കൈകളെല്ലാം പുറകിൽ കെട്ടിയിട്ട് ഇയാളെ ഇങ്ങനെ നടത്തിച്ച് ഇങ്ങനെ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയതിനു ശേഷം കാലുകളെല്ലാം ബന്ധിച്ചിട്ടുണ്ടാവും. ഇത് ഒറിജിനൽ കയറാണ്, പ്രതിയെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒറിജിനൽ കയറാണ്. ഈ കയർ ഒരു പ്രതിക്ക് വേണ്ടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിർമ്മിച്ചതാണ്. അയാളുടെ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. അതുകൊണ്ട് ഈ കയർ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. സാധാരണഗതിയിൽ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ കയർ കത്തിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഒരു പ്രതിക്ക് വേണ്ടി 3 കയർ നിർമ്മിക്കും. പരുത്തി നൂല് കൊണ്ട് ജയിലാണ് നിർമ്മിക്കുന്നത്. 2.5 സെന്റിമീറ്ററാണ് ഇതിന്റെ വ്യാസം. അപ്പോൾ ഇങ്ങനെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഈ മുഖം മറച്ചിട്ടുണ്ടാവും. കഴുത്തിൽ ഈ കുരുക്ക് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ബന്ധിപ്പിക്കും. എന്നിട്ട് ആരാച്ചാറായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് നിർദ്ദേശം കൊടുക്കുമ്പോൾ ആരാച്ചാറ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഒന്നുമില്ല, ലിവറാണ്. ലിവർ വലിക്കുമ്പോൾ ആ ലിവർ ഇങ്ങനെ ഇതുപോലെ ഹാങ് ആവും. ഏകദേശം 1 മണിക്കൂറോളം സമയം ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തും. അതിനുശേഷം മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇയാളുടെ ബോഡി ഇയാളുടെ വീട്ടുകാർ ഏറ്റെടുക്കാൻ താല്പര്യയുടെ വീട്ടുകാർക്ക് വിട്ടു കൊടുക്കും. ഈ കാണുന്ന വ്യക്തിയാണ് കേരളത്തിലെ ഏറ്റവും അവസാനമായിട്ട് നമ്മളെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് താഴെ മുകളിലോട്ടാണ് പോകുന്നത്. അതായത് സെക്ഷൻ വിവിധ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. റിപ്പർ ചന്ദ്രനാന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് നമ്മുടെ കേരളത്തിൽ വധശിക്ഷ കിട്ടിയ ആൾ. ഇപ്പം ജയിലിൽ നടക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ ഈ ആരാച്ചാരമായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. TG രവിയൊക്കെ അല്ലേ അഭിനയിച്ച പടമാണെന്ന് തോന്നും ആരാച്ചാർ. ആരാച്ചാറിൻ്റെയൊക്കെ ഒരു മനസ്സേ ഇത് ലിവറല്ലേ അത് വലിക്കാന്ന് പറഞ്ഞ എൻ്റെ പൊന്നെ, നമുക്കിത് കാണുമ്പോൾ കാര്യം അവരതിനൊക്കെ അർഹതപ്പെട്ട കുറ്റവാളികളെ മാത്രമേ വിധിക്കുള്ളൂ. റിപ്പർ ചന്ദ്രനൊക്കെ സ്വന്തം പെറ്റുകളെ വരെ കൊല്ലാൻ നോക്കുന്നവർ എന്തെല്ലാം ക്രൂരത ചെയ്ത ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ രേഷ്മയ്ക്ക് എല്ലാവരും കഷായൻ രേഷ്മയ്ക്ക് എല്ലാവരും കൊടുക്കണമെന്ന് പറയും. കാരണം അത്ര നിഷ്ഠൂരമായിരുന്നു അവളുടെയൊക്കെ മനസ്സ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പക്ഷേ ഈ വധശിക്ഷയ്ക്ക് ഒരാൾ മണിക്കൂറുകൾ എണ്ണി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. സൗദിയിലൊക്കെ 1 മിനിറ്റ് തലവെട്ടാണല്ലോ, 1 മിനിറ്റ് മുന്നേയൊക്കെ മാപ്പ് കൊടുത്ത ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ആ അവസാന നിമിഷവും കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് അവരോട് അവസാന നിമിഷവും വരെയും ചോദിക്കും. എന്നിട്ടും അവർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഈ അടുത്ത് വന്നിട്ട് പിന്നെ നിമിഷപ്രിയയ്ക്കൊപ്പം എൻ്റെ മനസാക്ഷി എൻ്റെ നീതിബോധം നിമിഷപ്രിയയ്ക്കൊപ്പമല്ല, നിമിഷപ്രിയ ക്ഷമിക്കണം, ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരേ ഒരു പോയിന്റ് എടുത്താണ് ഞാൻ മറുപടി പറയുന്നത്. ഒന്ന് കേൾക്കാം. യും അവർക്ക് ബ്ലഡ് മണി കൊടുത്ത് അവരെ മോചിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായത്തിനൊപ്പം തന്നെ ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്നത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നതാണ്. ആസൂത്രിതമായിരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇയാളെ മയക്കുന്നതിനുള്ള മരുന്ന് കൂടുതൽ അളവിൽ കണ്ടെത്തി അത് കൊടുക്കാനായിട്ട് തയ്യാറായത്? ഇത് കൊടുക്കുന്നത് ഒരു നേഴ്സാണ്, അതവരുടെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഏതളവ് വരെയാണ് കൊടുക്കാവുന്നത് എന്നതിനെക്കുറിച്ചും ഫെയ്റ്റലായി മാറാവുന്ന അയാളുടെ മരണത്തിൽ കലാശിക്കുന്ന അളവ് എന്താണ്, എത്രയാണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അയാൾ മരിച്ചതിന് ശേഷം അവർ പതറിപ്പോവുകയല്ല ചെയ്തത്, മറിച്ച് സഹായത്തിന് മറ്റൊരാളെ കൂടി വിളിച്ചതിന് ശേഷം അയാളുടെ ശരീരം പല കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് പിന്നീട് ഒളിപ്പിക്കുന്നതിന് വേണ്ടി പെട്ടെന്നാരും കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു തോന്നലിലാണ് ഒരുപക്ഷെ അത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പോലും അവർ തയ്യാറായത്. ഇവിടെ ശ്രീജിത്ത് പണിക്കരോട് ചെറിയൊരു തിരുത്ത് പറയാനുണ്ട്. ഇദ്ദേഹം വാദിക്കുന്ന ഒരു വലിയ പോയിന്റ്, ആ ഒരു പോയിന്റ് വെച്ചാണ് അദ്ദേഹം നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ കുറേ പേരില്ലാന്നും കുറേ പേരുണ്ടെന്നും ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. പക്ഷേ ശ്രീജിത്ത് പണിക്കർക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പുള്ളി പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന, പുള്ളി ഇത് മൊത്തം പഠിച്ചിട്ട് പുള്ളി ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുക. പക്ഷേ മെഡിക്കലായിട്ടുള്ള ഒരു കാര്യത്തിൽ പുള്ളി ശരിക്കും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അതേപ്പറ്റി പഠിച്ചില്ല എന്നാണ് ഈ ഭാഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞ ഒരേ ഒരു പോയിന്റ്, ഒരു നേഴ്സാണ് അവർ, ആ നേഴ്സിന് എത്രയാണ് ഒരാൾ മരിക്കാൻ പോകുന്ന അനസ്തീഷ്യ കൊടുക്കുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു, ഒരാൾ മരിക്കാതെ ഉള്ള അളവും ഇതൊരു നേഴ്സിന് അറിയില്ലേ എന്നാണ് ഇയാളുടെ ചോദ്യം, ഇങ്ങേരുടെ ചോദ്യം, പണിക്കരുടെ ചോദ്യം. അപ്പം അവിടെ ഒരു പോയിന്റ് തെറ്റി. കാരണം നിമിഷപ്രിയ BSc നേഴ്സാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, ജനറൽ നേഴ്സാണ്. 2008 കുറവലിങ്ങാടുന്ന് പഠിച്ചിട്ട് പോയ ഒരു കുട്ടിയാണ്. ഇനി അല്ലേ പോലും BSc നേഴ്സിനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അനസ്തീഷ്യയെ പറ്റി വല്ല വിഭാഗം അവരെ പഠിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്നാൽ എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നേഴ്സുമാർക്ക് അനസ്തീഷ്യയായിട്ട് ഒരു ബന്ധവുമില്ല. അതിപ്പം നമ്മൾ
ഒരു ഓപ്പറേഷന് നമ്മൾക്ക് ആവശ്യമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് രോഗികളായ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേയധികം കാര്യമുണ്ട്. ഡോക്ടർ ഒരു ഓപ്പറേഷൻ്റെ തീയതി അങ്ങ് ഫിക്സ് ചെയ്യുന്നു. അത് നമ്മളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഇത്രാം തീയതി 10-ാം തീയതി രാവിലെ 6 മണിക്കോ എപ്പോഴേലും ഓപ്പറേഷൻ അങ്ങ് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പല ഡോക്ടർമാർ വന്ന് നമ്മളുടെ പരിശോധിച്ചിട്ട് ഹാർട്ടിന് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, കുറേ എഴുതിയെടുക്കും. ചെറുപ്പം തൊട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങൾ വരെയും ചോദിച്ചും ബ്ലഡ് ഗ്രൂപ്പും എല്ലാം എടുക്കും. ചില ടെസ്റ്റുകൾക്ക് വേണ്ടി വീക്കാന്ന് തോന്നുകയാണെങ്കിൽ ചില ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മളെ വിടും. ECG, എക്കോ. ECG എടുക്കുന്ന കൂടാതെ ചിലപ്പോൾ എക്കോ എടുക്കും. ECG, എക്കോ, ബ്ലഡ്, നമ്മുടെ തൂക്കം, പിന്നെ നമ്മുടെ ലെൻസിൻ്റെ പവർ പരിശോധിക്കും. അത് പരിശോധിച്ച് അത് ഒരു യന്ത്രത്തേലാണ്, പൾമനറി ടെസ്റ്റ് എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്കതിൻ്റെ പേരൊന്നും അത്ര ഓർമ്മയില്ല. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തും. ആ ലെൻസിന് പവർ ഇല്ലയെന്ന് കണ്ടാൽ ഒരിക്കലും അനസ്തീഷ്യ കൊടുക്കാൻ അവർക്ക് അത്ര സമ്മതമില്ല. അപ്പോൾ അവർ ലെൻസിന് പവർ കിട്ടാൻ വേണ്ടി ഇതേ ഇങ്ങനെ ബലൂൺ ഊതുന്ന പോലെ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ ഊതുന്ന ഒരു കളിപ്പാട്ടം പോലത്തെ സാധനം കൊണ്ട് തരും. ഓപ്പറേഷൻ നടക്കുന്ന ദിവസം വരെ നമ്മളത് ഊതിക്കൊണ്ടേയിരിക്കണം, ലെൻസിന് പവർ കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആരാന്നറിയാം യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നതും ഓപ്പറേഷൻ നടത്താമെന്നുള്ള ഒരു അനസ്തീഷ്യ തരുന്ന ഡോക്ടർ ഇയാളെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യം ഇയാൾക്കില്ല, ഇയാൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അവർ ഒപ്പിട്ട് തരികയല്ല, അല്ല അവർ നിൽക്കണം ഓപ്പറേഷൻ ടേബിളിൽ, അവരാണല്ലോ ഇത് കൊടുക്കുന്നത്. ഓപ്പറേഷൻ തീരുന്നിടം വരെ അവരവിടെ വേണം, ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഈ മെയിൻ ഡോക്ടർ ഉണ്ടല്ലോ അവർ ചെയ്യില്ല ഓപ്പറേഷൻ. കാരണം അവർക്ക് ഈ ഒരു വിഭാഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഓപ്പറേഷൻ നടക്കുമ്പം ആ രോഗിക്ക് ബോധം വീണ്ടെടുക്കാൻ പറ്റാതെ വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്ക് അങ്ങേരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ ആ വഴികേട്. അതല്ലാതെ ഈ ചെയ്ത ഈ രോഗി ബോധത്തിലേക്ക് തിരിച്ച് വന്നില്ല എങ്കിൽ അനസ്തീഷ്യ ഡോക്ടർ പെടും. അതുകൊണ്ട് നമ്മളെ തീർച്ചയായിട്ടും അവരൊരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് മേടിക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് പരാതിയില്ല, ഞങ്ങളുടെ പൂർണ്ണ സംഭവത്തോടെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ അവർ ഒപ്പിടിപ്പിച്ച് മേടിക്കും. അവരുടെ ജീവിതമൊക്കെ അവർ നോക്കും, അല്ലെ അവരെ അവിടെ കയറി തല്ലും, അങ്ങനെയുണ്ട്, അല്ലെ അവരുടെ ജോലി പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം ഒപ്പിടും. ശരിക്കും പറഞ്ഞാൽ ഈ അനസ്തീഷ്യ എത്ര അളവിൽ കൊടുക്കണമെന്ന് ഒരു നേഴ്സ് എവിടെയും മനസ്സിലാക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഒരു നേഴ്സിന് അത് അറിയില്ല. നേഴ്സായിട്ട് പഠിച്ചിട്ട് പോകുന്നവർക്ക് അനസ്തീഷ്യയുടെ അളവ് ഈ ഒരാളുടെ ബോഡിയുടെ പോരാഞ്ചിട്ട് ഇവിടെ ഈ ആസ്മ രോഗം അങ്ങനെ എന്തുള്ളവരെ അനസ്തീഷ്യ കൊടുക്കുന്ന വളരെ സൂക്ഷിക്കണം. അവരുടെ ലെൻസിൻ്റെ പവറൊക്കെ എന്തോരം ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തലാലിന് ആസ്മ ഉണ്ടായിരുന്നു എന്നും കൂടെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ മയക്കുക തന്നെ ചെയ്യുമോയെന്നറിയില്ല. അപ്പോഴാണ് ഇവിടെ ഇവർ ഈ സൂത്രവിദ്യ പ്രയോഗിച്ച് ഇത് ചെയ്തത്. പിന്നെ ഇത് ഈ നേഴ്സിന് അളവ് അറിയില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ അറിയാം. ഇതൊരു പൊട്ടക്കണ്ണൻ്റെ മാവേലേറ് പോലെ നിമിഷ ചെയ്താൽ. എന്തായിരുന്നു നിമിഷയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരാൾ ജയിലിലെ ഒരാളെങ്ങാണ്ട് ഉപദേശിച്ചു കൊടുത്താണ് ഇവനെ മയക്കുകയാണെങ്കിൽ അവനെ കൈ പിടിപ്പിച്ച് അവൻ്റെ ഒപ്പിടിപ്പിക്കുക, അല്ലെ കൈയുടെ വിരൽ അടയാളം എടുക്കാം. അത് കഴിഞ്ഞാൽ അത് അപ്പോൾ ഡിവോഴ്സായി കിട്ടും. വിവാഹമോചനം കിട്ടിയാലേ അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. എന്നിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ പോയി കിടക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോരാലോ എന്നാണ് ഓർക്കുന്നത്. പിന്നെ പാസ്പോർട്ട് ഇല്ലാതെയും പോരാൻ പറ്റില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് മയക്കുന്ന സമയം കൊണ്ട് പാസ്പോർട്ടും എടുത്ത് പോരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ മയക്ക് വിദ്യയിലേക്ക് പോയത്. മയക്ക് അളവ് കൂടിപ്പോയാൽ അതിപ്പം തലാലല്ല, നമ്മൾ ആരാണേലും നമ്മളിവിടെ ഒരു ഓപ്പറേഷന് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനസ്തീഷ്യ ഡോക്ടറുടെ കൈകളിലാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത്, പകുതി ജീവൻ ഇരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ അത് കഴിഞ്ഞ് പകുതി ജീവൻ നമ്മുടെ ഇരിക്കുന്ന അനസ്തീഷ്യ തരുന്ന ഡോക്ടർ. കാരണം അയാളാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ തീരുമാനിച്ച് ഇത്ര അളവിലേ നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങേരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഡോക്ടർക്കറിയില്ല അത്, പിന്നല്ലേ നേഴ്സിനറിയാവുന്നത്. അത് അവർ പഠിച്ചിരിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ പൊതുവായിട്ടുള്ള ഒരു നേഴ്സിന് ഒരു രോഗിയെ കണ്ടിട്ട് ഒരു ടെസ്റ്റും ചെയ്യാതെ ഇത്ര അനസ്തീഷ്യ കൊടുക്കാമെന്നൊന്നും ഒരു നേഴ്സിനും പറ്റില്ല. ഇവർ ഈ അറ്റകൈ പ്രയോഗം ഒരു ചെറിയ ഡോസിൽ കൊടുത്തായിരിക്കും ഇവർക്ക് ഇങ്ങേർക്ക് തലാലിന് ആസ്മയുടെ അസുഖം കൂടെ ഉള്ളതുകൊണ്ട് കയറി പിടിച്ചതായിരിക്കും തട്ടിപ്പോകാനുള്ള വഴിയായത്. അല്ലാതെ കൊല്ലണം എന്ന്, ഇയാളെ അങ്ങ് കൊന്നു കളയണം എന്നൊരു ഉദ്ദേശത്തിലാണ് നിമിഷപ്രിയ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് ഹോസ്പിറ്റലിൽ കാണും. റിയാക്ഷനായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പെൻസിലിൻ കലർന്ന ആൻറ്റിബയോട്ടിക് പെൻസിലിനൊക്കെ കലർന്നത് അലർജി ആയിട്ടുള്ള മനുഷ്യന് കുത്തിവെച്ചാൽ അവർ തട്ടിപ്പോകാൻ അത് മതി. അതേപോലെ മനുഷ്യന് പല മരുന്നുണ്ട്. ഒരു നേഴ്സിനാണേലും തട്ടിക്കളയാനുള്ള മരുന്നൊക്കെ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെണ്ണിന് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ആ യമൻ എന്ന രാജ്യത്ത് കൊന്നു കളഞ്ഞാൽ എന്താ ശിക്ഷ വരുന്നതൊക്കെ നിമിഷപ്രിയയ്ക്ക് അറിയാം. അതുകൊണ്ട് കൊല്ലാൻ നിന്നിട്ടില്ല. ഇയാളെ മയക്കിയിട്ട് ഈ പാസ്പോർട്ടും വിവാഹമോചനത്തിനുള്ള ഇതിൽ ഒപ്പിടിപ്പിച്ച് മേടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമേ, കൊല്ലണം എന്ന് ഉറച്ച തീരുമാനം അവർക്കെല്ലാം എടുത്തിരുന്ന പല വഴികൾ ചെയ്യാം. പക്ഷേ കൊന്നതിന് ശേഷം ചെയ്ത മൊത്തം അനീതിയാണ്. അല്ലെ സ്വയരക്ഷയ്ക്കാന്ന് പറഞ്ഞെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. കഴിഞ്ഞ ദിവസം
ജഡ്ജിയായിട്ടിരുന്ന ആൾ പറയുന്നുണ്ട്. അവിടെ അത് നടക്കുമെന്നറിയില്ല. എന്നാലും പക്ഷേ കൊന്നതിന് ശേഷം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് 110 കഷ്ണമാക്കിയതും ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം 34 ദിവസം ആ വാട്ടർ ടാങ്ക് ഇട്ട് ആ ഫ്ലാറ്റിലുള്ളവർ ആ വെള്ളം കുടിച്ചതെല്ലാം നിഷ്ഠൂരമായ പ്രവൃത്തിയാണ്. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ നിമിഷപ്രിയയ്ക്ക് പണിക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊന്നതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കരുത്. അതിൻ്റെ അകത്ത് നിമിഷപ്രിയയ്ക്ക് കൊല്ലണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു നേഴ്സിന് അനസ്തീഷ്യയുടെ അളവ് അറിയില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ മെഡിക്കൽ വിഭാഗത്തിൽ പോയിട്ട് അനസ്തീഷ്യ ഡോക്ടറെ കണ്ടിട്ട് അനസ്തീഷ്യയുടെ അളവ് എങ്ങനെയാണ് കൊടുക്കുക, അല്ലെ അതിനെപ്പറ്റി കൂടുതൽ സത്യം പറഞ്ഞാൽ ഒരു ഗവേഷണം നടത്തി അറിയുന്നത് നല്ലതാണ്. കാരണം അറിയാത്ത കാര്യമാണ് ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞത്. എത്ര വലിയ മനുഷ്യനാണ് ശ്രീജിത്ത് പണിക്കർ, യൂട്യൂബിൽ വലിയ ആൾ തന്നെയാണ്. പക്ഷേ എന്നാലും അറിവില്ലായ്ക പറഞ്ഞാൽ ഞാനൊക്കെ ആൾ അവിടെ നിന്ന് ഒത്തിരിയും താഴോട്ടുള്ള ആളാണേലും നമുക്കത് തിരുത്തി കൊടുക്കാം. അതങ്ങനെയാണ്. കാരണം ജനറൽ നേഴ്സ് ആയിരിക്കും നിമിഷപ്രിയ പഠിച്ച്, BSc നേഴ്സ് പഠിച്ചാലും ഒരു അനസ്തീഷ്യ വേറെ വിഭാഗം. അപ്പോൾ അതൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അത്രയും ശക്തമായിട്ട് നീതിബോധം അനുവദിക്കുന്നില്ലെന്ന് പറയുമ്പോഴാണ് കുറേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നിമിഷപ്രിയ എന്താ ചെയ്തു വെച്ചിരിക്കുന്നറിയാം. പക്ഷേ എന്നാലും നമ്മുടെ ഒരു രീതി വെച്ച് ഇനിയിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും അവിടെ തന്നെയാണ് ജയിലിൽ കിടക്കുന്നത്. ആ ഹനാനോ അങ്ങനെ പറയുന്ന ആ കൂട്ടുപ്രതി ഉണ്ടല്ലോ, അയാൾ ആജീവനാന്തം ജയിലില്ല, പരോള് പോലും കിട്ടുകയില്ല. ഇവരെയും കൊന്നില്ലേലും അങ്ങനെ ജയിലിൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഓർക്കുന്ന പോലെ ജീവനുള്ള ഒരു ശരീരം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ, വലിയ പ്രയോജനമൊന്നും ഇല്ല. അതുകൊണ്ടൊക്കെയാണ് കൊല്ലാതെ പോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.